പുരോഗതി, വിശ്വാസം. നമുക്ക് രണ്ടാം ഭാഗത്തേക്ക് പോകാം. ഇയ്യോബ് 1:12. ശരി, ദൈവം ആക്രമണകാരിയോട് പറഞ്ഞു, അവനുള്ളതെല്ലാം നിന്റെ കൈയിലാണ്, പക്ഷേ അവനെ ഉപദ്രവിക്കരുത്. അപ്പോൾ ആക്രമണകാരി ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അവർ അവനെ വാളുകൊണ്ട് കൊന്നു. ഞാൻ മാത്രം രക്ഷപ്പെട്ടു നിന്നെ അറിയിക്കാൻ. ഒന്നാമത്തെ ദൂതൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ മറ്റൊരാൾ വന്നു പറഞ്ഞു, ഇടിമിന്നൽ, ആടുകളും വേലക്കാരും നശിച്ചു. നിന്നെ അറിയിക്കാൻ ഞാൻ മാത്രം രക്ഷപ്പെട്ടു. അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂന്നാമത്തെ ദൂതൻ വന്നു പറഞ്ഞു, 3 കൂട്ടം കൽദേയർ ഒട്ടകങ്ങളെ ആക്രമിച്ച് പിടിച്ചുകൊണ്ടുപോയി. വേലക്കാരെ വാളുകൊണ്ട് കൊന്നു. നിന്നെ അറിയിക്കാൻ ഞാൻ മാത്രം രക്ഷപ്പെട്ടു. അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാലാമത്തെ ദൂതൻ വന്നു പറഞ്ഞു, നിന്റെ പുത്രന്മാരും പുത്രിമാരും നിന്റെ മൂത്ത സഹോദരന്റെ വീട്ടിൽ വിരുന്നു കഴിക്കുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ മരുഭൂമിയിൽ നിന്ന് ഒരു വലിയ കാറ്റുവന്ന് വീടിന്റെ 4 മൂലകളിലും അടിച്ചു. വീട് അവരുടെ മേൽ വീണു. അവർ മരിച്ചു. വിവരമറിയിക്കാൻ ഞാൻ മാത്രം രക്ഷപ്പെട്ടു. അപ്പോൾ ഇയ്യോബ് എഴുന്നേറ്റ് വസ്ത്രം കീറി തല മുണ്ഡനം ചെയ്തു. പിന്നെ അവൻ നിലത്ത് വീണ് ദൈവത്തെ ആരാധിച്ചു. പറഞ്ഞു, നഗ്നനായി ഞാൻ എന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വന്നു. നഗ്നനായി ഞാൻ മരിക്കും. ദൈവം തന്നു, ദൈവത്തു. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇതിനെല്ലാം ശേഷം ഇയ്യോബ് പാപം ചെയ്തില്ല. ദൈവത്തിനെതിരെ ഒരു തെറ്റും ആരോപിച്ചില്ല. ഇയ്യോബിന്റെ രണ്ടാമത്തെ പരീക്ഷണം. ഒരു ദിവസം സ്വർഗ്ഗസ്ഥർ